സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ദീപജ്യോതിർപരം ജ്യോതിർ ദീപജ്യോതിർജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതിർനമോസ്തുതേ. ഹലോ, പറയൂ പാപ്പാ. മോളെ, നിനക്ക് എന്താ പറ്റി? ഞാൻ വിളിക്കുമ്പോ എടുക്കാതിരിക്കാൻ മാത്രം എന്ത് തിരക്കാ നിനക്ക്? നീയും അവനും തമ്മിൽ എന്താ പ്രശ്നം? എനിക്ക് മടുത്തു പാപ്പാ. എന്താ മോളെ ഇത്? അയാൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും കുറ്റം. നിന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾ വേണമെന്ന് പറഞ്ഞ് നീ തന്നെ തെരഞ്ഞെടുത്ത ആളല്ലേ ആദിത്യൻ. എന്നിട്ട് പാപ്പ, ഞാൻ ഓഫീസിൽ നിന്ന് ഫ്ലാറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ എത്തിയിട്ട് വിളിക്കാം. ആ, എന്നാ അങ്ങനെ ആവട്ടെ മോളെ. അതിൽക്കൽ നിൻമുഖം കണ്ടപ്പോൾ കോരിത്തരിച്ചു പോയി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 95.7 FM. ഞാൻ RJ പ്രവീണാണ് നിങ്ങളോടൊപ്പം. കുട്ടികളെ നമുക്കെല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അല്ലേ? അവർ നിഷ്കളങ്കരാണ്, ദൈവങ്ങളെ പോലെയാണ് എന്നൊക്കെയാണ് നമ്മുടെ ചിന്താഗതി. നമുക്ക് നമ്മുടെ ബാല്യകാലം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട്. അത്രയ്ക്കും മനോഹരമാണ് നമ്മുടെ ബാല്യകാല സ്മരണകൾ. ബാല്യകാല സ്മരണകൾ എന്ന പേരിൽ പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടി ഒരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട്. വായിക്കാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായും വായിക്കണം. ഇന്ന് നമ്മുടെ നക്ഷത്രജാലകം എന്ന പ്രോഗ്രാമിലെ അതിഥി നമുക്കെല്ലാം സുപരിചിതയായ, കുട്ടികളേറെ ഇഷ്ടപ്പെടുന്ന ഡോക്ടർ അരുന്ധതിയാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡോക്ടർ അരുന്ധതിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം മാം. താങ്ക് യു. നമസ്കാരം. കുട്ടികളുടെ സ്വഭാവ രീതികളെക്കുറിച്ച് അറിയാനുള്ള ഒരുപാട് ചോദ്യങ്ങളുമായി ശ്രോതാക്കൾ നമ്മളോടൊപ്പമുണ്ട്. ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാമെന്ന് കരുതുന്നു. മാഡം എന്തുകൊണ്ടാണ് കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പ്രവീൺ നേരത്തെ തന്നെ പറഞ്ഞു. കുട്ടിക്കാലം നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതിന് പ്രചോദനമായ ആളുകളും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ, ഒരുപാട് സംഭവങ്ങൾ. ഇതിൽ ചിലതെല്ലാം ആവാം ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ചില വ്യക്തിത്വങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ
നമുക്ക് സംഭാഷണം തുടരാം. ഓക്കെ. സോറി അമ്മ, എനിക്ക് അമ്മേനെയും അച്ഛനെയും ഒരുപാട് ഇഷ്ടാ. പക്ഷെ ഞാൻ പോവാ. അന്ധമാകുമീ അന്ത്യത്തിൽ നിന്നുടൻ ബന്ധുരമായ ജ്യോതിസിൽ ഞങ്ങളെ സന്തതം നയിച്ചിടുവാൻ നിൻ പദം നമിക്കുന്നേ. I'm going to announce the results of literary competitions held last week. As I call out the names, the winners should come forward to collect their awards. The first prize in declamation goes to Srinidhi of Class 8. Second is won by Krishna V of Class 8. And third by Aman A of Class 7. Congratulations to all the winners. Now the award of the best speaker of the year goes to Arundhati KP of Class 8. Arundhati, you are requested to come forward to receive the award. Come on everyone, please give her a very big round of applause. ഒന്നുമില്ല. അനുരാഗത്തിൻ വേളയിൽ ഓന്റെ വിചാരം അവൻ നീമ്പോളിയാന്ന. അനുരാഗത്തിൻ വേളയിൽ പതിവായി വന്നൊരു എന്താ പരിപാടി? എന്താ പരിപാടിന്ന്? ഡോ, ക്യാമറ ഉണ്ടോ കയ്യില്? ഫോണുണ്ടോ? ഫോണായിട്ടാണോ വരുന്നത്? ഫോൺ തന്നെ, എടുക്കടോ ഫോൺ. ആരുടെ ഫോട്ടോ പിടിച്ചേ? എന്ത് ചെയ്യായിരുന്നു? മൊബൈല് സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നറിയില്ലേ? പ്രിൻസിപ്പാളെ ഏൽപ്പിക്കാട്ടാ. നേരെ പ്രിൻസിപ്പാളിൻ്റെ അടുത്തൊന്ന് വാങ്ങിച്ചോളൂ. ടീച്ചർ, നീ ഒരു പെണ്ണിന്റെ കൂടെ ചുറ്റിക്കറങ്ങിയായിരുന്നല്ലോ. ഏത് സമയം നോക്കിയാലും ടി വി കണ്ടോണ്ടിരിക്കുക, പഠിക്കാനൊന്നുമില്ല. പോയി പഠിക്ക്. എന്തിനാ വെറുതെ നീ കുട്ടീനെ ഇങ്ങനെ ചീത്ത പറയുന്നത്? ഞാൻ ഈ അഹമ്മദിക്കൊക്കെ കൂട്ടി നിൽക്കാം. നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അമ്മ. ഹലോ. ആ പറയേ. അച്ഛാ, ഏറ്റവും നല്ല പ്രാസംഗികയ്ക്കുള്ള സമ്മാനം ഇത്തവണ എനിക്കാ കിട്ടിയത്. വെരി ഗുഡ്.
മോളെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ, ബസ് വരാൻ സമയായി. വേഗം കഴിക്കും മോളെ. ഈ ഷൂ ഒന്ന് പോളിഷ് ചെയ്തൂടെ എനക്ക്? അതും ഞാൻ ചെയ്തു തരണോ? അമ്മേ, ഞാൻ ഇന്നലെ കൊക്കോയുടെ കാര്യം പറഞ്ഞ എന്തായി? കൊക്കോക്ക് ഒന്നും പോണ്ട, നീ വേണമെങ്കിൽ ഡാൻസ് ചേർന്നോ. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഡാൻസ് വേണ്ടാന്ന്. അങ്ങനെയാണെങ്കിൽ നീ ഒന്നും പഠിക്കണ്ട. അഹമ്മദി കാണിക്കുന്നോ? അവള് പോയിക്കോളും, നീ വേഗം കയറ്. അരുന്ധതി, ഞാനും അച്ഛനും അമ്മയും കൂടി ലാസ്റ്റ് ഹോളിഡേസിൽ കണ്ണൂർക്ക് പോയി. ഞങ്ങൾ തെയ്യത്തെ കണ്ടു. രക്തചാമുണ്ടി എന്നാത്രേ പറയാ. നീ കണ്ടിട്ടുണ്ടോ തെയ്യത്തിനെ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. എന്റെ അച്ഛനും അമ്മയും എപ്പോഴും ബിസിയാടോ. ഞാൻ 4th പഠിക്കുമ്പോ അവർക്ക് ട്രാൻസ്ഫർ കിട്ടി, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. നിനക്കറിയോ, മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ എന്ത് രസായിരുന്നെന്നോ. നീ മറന്നോ
ലോകത്താ? അവന്റെ മൂക്കിടിച്ച് പരത്തണ്ടറാ. രണ്ടാളും കൂടെ അവിടെ ഇരിക്കണ്ട്. നമുക്കൊന്ന് പോയി ചൊറിഞ്ഞിട്ട് വരാം. ഞാൻ അടുത്താഴ്ച മാനന്തവാടി പോകും. അവിടെ ഉത്സവമുണ്ട്. പോവാ. എന്താ നിനക്ക് കഴുത്തുന്നുറാ? എന്താ ഇവിടെ നടക്കണത്? എന്തോ നടയത്? ആദ്യം നിങ്ങളൊക്കെ ഫസ്റ്റ് എയ്ഡ് വെക്കണം. അതിനുശേഷം പ്രിൻസിപ്പാളിന്റെ റൂമിൽ പോണം. മനസ്സിലായോ? Yes, come on, tell me. What has happened there? Arundhati? I'm asking you, what has happened there? എന്ത് ചോദിച്ചാലും മുഖം വീപ്പിച്ചിങ്ങനെ നിന്നോളണം. എന്താണ് അവിടെ സംഭവിച്ചത്? മാം, ഈ കുട്ടി ഇവനടിച്ചു. ഓഹോ, എന്ത് നല്ല എക്സ്പ്ലനേഷൻ. So you have not done anything? Just 2 days back, തന്റെ കയ്യിൽ നിന്നല്ലോ ഒരു മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത്. അരുന്ധതി, എല്ലാ ടീച്ചേഴ്സും തന്നെ കുറിച്ച് കംപ്ലൈന്റ് ആണല്ലോ. What's wrong with you? എന്താ അത്ര റൂഡായി പെരുമാറുന്നത്? Do you have an explanation? I want to meet all your parents. Bring them tomorrow. Now just go. Now go. സ്മോക്ക് ടെസ്റ്റ് എവറോ? എടുത്തിട്ടില്ല സാർ, എടുത്തോളാം. സൈഡാക്ക് വണ്ടി സൈഡാക്ക്. ഞാൻ പോയിക്കോട്ടെ. രണ്ട് മാർക്ക്.
ഹെൽമെറ്റ് ഒന്നും ഇല്ലടാ നിനക്ക്? സാറേ അത് ലൈസൻസ് എടുക്കടാ, വേഗം വേഗം പെട്ടെന്ന് വന്നു. വേഗം എടുക്കടാ. സാറേ അതുമില്ലേ? ലൈസൻസ് എടുക്കാൻ മറന്നതാണ് സാർ. ഈ വണ്ടി ആരുടെ? സാർ സത്യം പറഞ്ഞോ? അത് ഫ്രണ്ടിന്റെ. ആരുടെ വണ്ടി? വണ്ടി അർജന്റ് ആയപ്പോ എടുത്താണ്. ഇത് എവിടുന്ന് കൊണ്ടുവരണ? എവിടുന്ന് അടിച്ചു മാറ്റി വരണ? അത് സാറേ വേഗം പുക ടെസ്റ്റ് എടുക്കണം കേട്ടാ. ആ എടുക്കാം സാർ. ഞാൻ പോട്ടെ സാർ, ഹോസ്പിറ്റലിൽ പോകണ്ടായിരുന്നു സാർ. ഹെൽമെറ്റ് ഇല്ലാതെ പോണ്? സാറേ അവൻ ബൈക്ക് മോഷ്ടാവാണ് കേട്ടോ. അവനെ മാറ്റിയെടുത്ത് മാറിക്കിടാണ്ട്. സാറേ ഞാൻ നീ പോ. കൺട്രോൾ റൂം. ഹലോ സാർ. ഇന്ന് മിസ്സിംഗ് ആയ സ്കൂൾ കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ സാർ. കൈതപ്പുഴ പാലത്തിനടുത്ത് നിന്നുമാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ സാർ. കുട്ടിയെ രക്ഷിതാക്കൾക്ക് കൈമാറി. ഫൈനൽ റിപ്പോർട്ട്. ഓവർ. എവിടെ മോളെവിടെ? മോളിറങ്ങി. എന്താ എന്റെ മോൾക്ക് പറ്റിയത്? അമ്മമ്മല്ലേ കൂടെ? മിടിക്കല്ലേ അമ്മമ്മയുടെ മോള്? സാരില്ല, ഒക്കെ ശരിയാവും കേട്ടോ. ആ കിടക്കണത് നിങ്ങളുടെ കുട്ടിയാണ്. അവളെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് ഡോക്ടറാക്കാം. തല്ലാം കൊല്ലാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് സാധിക്കാതെ പോയ കാര്യങ്ങൾ നടത്തിത്തരാനുള്ള വളർത്തുമൃഗങ്ങളല്ല കുട്ടികൾ. അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ എന്തു കൊടുത്താലും കഴിച്ച് എന്തുടുപ്പിച്ചാലും ഉടുത്ത് നിങ്ങൾ പറയുന്നത് പോലെ നടക്കാൻ അവർക്കായിന്ന് വരില്ല. ബാല്യത്തെ ബാല്യമായി കണക്കാക്കണം. അവരെ സ്നേഹം കൊണ്ടാണ് സ്വന്താക്കേണ്ടത്. നിങ്ങൾക്കിപ്പോ എന്നെ കാണാനോ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നിനും സമയമില്ലല്ലോ. അതുപോട്ടെ, പക്ഷെ ഇവളുടെ കാര്യത്തിൽ അത് പറ്റില്ല. അവൾക്ക് സമയം കൊടുത്തേ പറ്റൂ. നിനക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല, നിന്റെ അച്ഛൻ നിന്റെ ഡാൻസ് പ്രോഗ്രാമിന് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച നീ ഉണ്ടാക്കിയ പുകില്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനിയൊക്കെ സമാധാനായിട്ട് ആലോചിച്ചിട്ട് എന്താ ചെയ്യൂ. പറ്റിപ്പോയമ്മേ. സാരില്ല, ഒക്കെ ശരിയാവും. വിഷമിക്കണ്ട. മോളെ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അരുന്ധതി, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മാം. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി എന്നും എന്നോടൊപ്പം നിന്ന, എനിക്ക് ഞാനാകാൻ പ്രചോദനം നൽകിയ, എൻ്റെ ഓർമ്മകളെ മധുരിതമാക്കിയ, അതെ, എൻ്റെ മുത്തശ്ശിയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് 95.7 FM. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ അരുന്ധതിയാണ്. ഒരു മനോഹര ഗാനം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റാറ്റ്യൂൺ 95.7 FM. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.
ഹലോ ഹലോ അലീന, നീ എവിടെയാ? നിന്റെ ഫോൺ എന്ത് പറ്റി? ഹൗസ് മെയ്ഡ് നിന്നെ വിളിച്ചിട്ട് കിട്ടാതെ എന്നെ വിളിച്ചിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നീ ടെൻഷനാവൊന്നും വേണ്ട. പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ മോള് ഇതുവരെ സ്കൂൾ വിട്ടിട്ട് വീട്ടിലെത്തിയിട്ടില്ല.